ഡോക്ടർ ജി ഗോപകുമാർ, ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് കേൾക്കുന്നത് കുറേയേറെ വാചക കസർത്തുകളാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിക്കുന്നതാണ്. അതോടൊപ്പം ഇന്നലത്തെ വലിയൊരു പ്രഖ്യാപനമുണ്ട് ഇന്ത്യയുടേതായിട്ട്, ഒരു തുള്ളി വെള്ളം പോലും സിന്ധുവിൽ നിന്ന് പാകിസ്ഥാന് കൊടുക്കുകയില്ല എന്ന്. അതിന് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടിയൊക്കെ വന്നേക്കാം. പക്ഷേ അതിനൊരു വൈകാരികമായ തലമുണ്ട്. അതിനെ അതേപടി നേരിടുവാനുള്ള ഒരു കാര്യവും പാകിസ്ഥാനിലില്ല. വെറും വാചകമടി മാത്രമല്ലേ ഇപ്പോൾ നടക്കുന്നത്? തീർച്ചയായിട്ടും മഞ്ജുഷയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ താരതമ്യം ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ളൊരു താരതമ്യമായിരുന്നു. എത്ര വ്യത്യാസമാണ് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ പൊതുസമൂഹത്തിൻ്റെ മുമ്പിലായാലും ഒരു രാഷ്ട്ര സംവിധാനത്തിൻ്റെ കാര്യത്തിലായാലും എത്രത്തോളം വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഈ രണ്ട് രാജ്യങ്ങളും എന്നുള്ളതാണ്. അതിൽ പാകിസ്ഥാനിൽ അവിടുത്തെ പട്ടാളത്തിൻ്റെ കമാൻഡ് കാത്ത് ഗവൺമെൻറ് ഇരിക്കുന്നു എന്ന് പറഞ്ഞത് മുമ്പ് ഒരു പ്രസിദ്ധനായ പണ്ഡിതൻ പറഞ്ഞ പോലെ എല്ലാ രാജ്യങ്ങൾക്കും ഒരു പട്ടാളമുണ്ട്, പക്ഷേ പട്ടാളത്തിനൊരു രാജ്യമുണ്ട്, അതിൻ്റെ പേരാണ് പാകിസ്ഥാൻ. പക്ഷെ അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നടക്കുകയാണ്. അത് രസകരമായ ഒരു കാര്യമാണ്. കൗതുകത്തോടും കൂടി മാത്രമേ അത് വീക്ഷിക്കാൻ കഴിയുകയുള്ളൂ. പാകിസ്ഥാനിൽ അസീം മുനീർ സൈനിക മേധാവിയാണല്ലോ. അസീം മുനീറിന്റെ ഒരു പ്രഖ്യാപനം, ഒരു ആഹ്വാനം എന്ന് തന്നെ പറയാം. കശ്മീർ എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ജീവനാഡിയാണ്. അതിൽ നിന്നാണല്ലോ പഹൽഗാം ആക്രമണത്തിന് വിത്ത് പാകിയത്. സംശയമില്ലാത്ത കാര്യമാണല്ലോ. അതിർത്തി കടന്ന് ഭീകരർ എത്തുന്നു, അവിടെ വെടിയുതിർക്കുന്നു. പക്ഷേ ഇപ്പോൾ അസീം മുനീർ മൗനത്തിലാണ്. അസീം മുനീറിന്റെ ഭാഗത്ത് നിന്ന് ഒരു വാചകം പോലും ഇതുവരെ അതിനുശേഷം കേട്ടില്ല. ഇപ്പോൾ പറയുന്നത് മുഴുവനും പ്രധാനമന്ത്രിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ചേർന്നാണ്. കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രധാനമന്ത്രി വിളിച്ച ഒരു യോഗത്തിൽ അസീം മുനീർ ഇരിക്കുന്ന ദൃശ്യങ്ങൾ ദേശീയ മാധ്യമങ്ങൾ കാണിക്കുന്നുണ്ട്. അതിലുള്ളത് പ്രധാനമന്ത്രി പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ, പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അസീം മുനീർ എഴുതിയെടുക്കുന്നതാണ്. ഇതാരെ കാണിക്കുന്നതിന് വേണ്ടിയാണ് നടത്തുന്നത്? അന്തർദേശീയ രംഗത്ത് ഷഹബാസ് ആണ് ഭരണാധികാരി എന്ന് കാണിക്കാനുള്ള ഒരു വ്യഗ്രതയാണ്. പക്ഷേ അന്തർദേശീയ പൊതുസമൂഹത്തിന് നന്നായിട്ട് അറിയാം പട്ടാളക്കാരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, അതല്ലെങ്കിൽ മതമൗലികവാദികളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ സിവിലിയൻ ഭരണത്തിന് ഒരു ഉണ്ട്, ഒരു വോയിസ് ഉണ്ട് എന്ന് കാണിക്കാനാണ്. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണ്, ഇത്തരം ഒരു സംഘടന വരികയോ യുദ്ധമുണ്ടാവുകയൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും ഒന്നുകിലൊരു പട്ടാള മേധാവിയുടെ കസേര പോകും, അതല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ അവിടെ നിന്ന് പുറത്താക്കും. ഷഹാബിനെ മാറ്റാൻ വലിയ താമസമൊന്നും പട്ടാളത്തിനില്ല. പഴയതുപോലെ പട്ടാളത്തിന് ജനങ്ങൾക്കിടയിലുള്ള, അപ്പോൾ ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് സൈന്യത്തിനെതിരെ തെരുവിലിറങ്ങിയതാണ് പാകിസ്ഥാനിൽ ജനങ്ങൾ, കണ്ടതാണല്ലോ. അപ്പോൾ പഴയ ഒരു സ്വാധീനം സൈന്യത്തിന് പാകിസ്ഥാനിൽ ഉണ്ടോ? കാരണം പട്ടാളത്തിൻ്റെ കയ്യിൽ ആയുധങ്ങളുണ്ട്, അവർ നിരന്തരമായി രാജ്യത്തെ കാര്യങ്ങളിൽ ഇടപെടുന്നു. ഞാൻ വരുന്ന വഴിക്ക് മോഹൻ വർഗീസുമായിട്ട് പറയുമായിരുന്നു, കോളേജിലെ പ്രിൻസിപ്പാൾമാരായിട്ട് പോലീസ് ഉദ്യോഗസ്ഥരെ വയ്ക്കുന്ന ഒരു രാജ്യത്ത് നമ്മൾ അതിൽ കൂടുതൽ എന്ത് പ്രതീക്ഷിക്കാനാണ്? ശക്തി അവരുടെ കൈവശം ആയുധങ്ങൾ ഉൾപ്പെടെ ഉള്ളതുകൊണ്ട് പട്ടാളം ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയ ഒരു രാജ്യമായി ജനങ്ങൾക്ക് പ്രതിഷേധിക്കാനേ പറ്റുള്ളൂ. ഇമ്രാൻഖാൻ ഇപ്പോൾ എന്താ കേൾക്കുന്നില്ലല്ലോ. അദ്ദേഹം പുറത്തുണ്ടായിരുന്നെങ്കിൽ പ്രതിപക്ഷ മുന്നേറ്റത്തിന് വഴിയുണ്ട്. ഇപ്പോൾ പാകിസ്ഥാൻ കാണിച്ച അബദ്ധത്തിൽ തീർച്ചയായിട്ടും അന്തർദേശീയ രംഗത്ത് ഒറ്റപ്പെട്ട ഒരു സാഹചര്യമാണ്. ഇനിയൊരു സംഘടന കൂടി ഉണ്ടായാൽ പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. സ്വാഭാവികമായി സംഭവിക്കുന്നത്, ഒരു സംഘടനമുണ്ടായി, പാകിസ്ഥാനിലെ ഒരു തിരിച്ചടി ഉണ്ടായി, പ്രശ്നം കൂടി വഷളായാൽ പട്ടാള മേധാവിക്ക് കസേര ഒഴിയേണ്ടി വരും. അതിനു വേണ്ടിയുള്ളൊരു മുന്നേറ്റം ഉണ്ടാകുമോ എന്നുള്ള ഭയമുണ്ട്. എന്തായാലും ജനറൽ മുനീറിൻ്റെ പ്രൊവക്കേറ്റീവ് സ്പീച്ചാണ് ഇവിടെ ഏറ്റവും പ്രത്യക്ഷമായി വന്നിരിക്കുന്നത്. കാശ്മീരിനെ കുറിച്ച് ആദ്യമായിട്ടല്ല പ്രസിഡന്റും പട്ടാള മേധാവിമാരും പറയുന്നത്, അത് പഴയകാലം തൊട്ടേ തന്നെ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ അതിൽ പുതുമയൊന്നുമില്ല. പക്ഷേ സമാധാനത്തിലിരുന്ന ഒരു ബന്ധത്തെ പൊടുന്നനവെ നശിപ്പിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് പ്രൊവക്കേറ്റീവാക്കി ഇപ്പോൾ ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുമെന്നും അന്തർദേശീയ രംഗത്ത് പാകിസ്ഥാൻ ഇത്രയും ഒറ്റപ്പെടലുണ്ടാകുമെന്നും മുനീറിന് പ്രതീക്ഷ ഉണ്ടാവില്ല. പക്ഷേ